Hi friends, welcome back to Nishaspowerfulkitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ടുകറിയാണ് കേട്ടോ. വറുത്തരച്ച ഞണ്ടുകറി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നാളികേരം ആദ്യം ഒന്ന് വറക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നാളികേരം ഒരു മുറി നാളികേരം ചിരകിയെടുത്ത് അതിലേക്ക് ഉണക്കമുളക് 3 എണ്ണം, കുറച്ച് കുരുമുളക്, പെരിഞ്ചീരകം, കറിവേപ്പില ഇവയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കൂടാതെ സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം. ഇനി നമ്മൾ വറക്കണയിലേക്ക് നാളികേരം വറക്കുമ്പോൾ നാളികേരത്തിൽ ആ ഈർപ്പെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളുടെ വറുത്തരച്ച ഞണ്ടുകറി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ നല്ലത് വെളിച്ചെണ്ണയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നാളികേരം വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കറി വയ്ക്കുന്നതിനുള്ള ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളി തൂമിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്ന പോലെ അത്രയും ആയിട്ട് വരണം. ലാസ്റ്റ് നമ്മൾ ഈ കറിയിലേക്ക് പിന്നെ ഉള്ളി തൂമിച്ച് ഒഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ അത് ചെയ്യുകയാണ്. അപ്പോൾ മൺചട്ടിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ട്രഡീഷണൽ ആയിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മളുടെ ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളി മാറ്റി വെച്ചിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ ചെറിയ ഉള്ളി മാത്രമല്ല സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയാണ് അതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. 2 തക്കാളി. ഇപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ആ ഓയിലിൽ കിടന്നൊന്നും മൂത്ത് വരുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റും കൂടെ നമ്മളെ കറിക്ക് കിട്ടും. ഇനി നമ്മളൊരു സവാള അരിഞ്ഞു വെച്ചിരുന്നു. അത് കട്ട് ചെയ്തത് ഇതിലേക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി സവാള നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ആ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഈ സവാള വഴറ്റുന്നതിലാണ്. അല്പം തീയെല്ലാം കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കതിങ്ങനെ നന്നായിട്ട് വാടി കിട്ടുള്ളൂ. അതിനുവേണ്ടി അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നു സവാള. ആ സമയത്ത് മാത്രമാണ് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി അതും ഇതിൻ്റെ കൂടെ ഒന്ന് വെന്ത് വരണം. ഈ എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് നന്നായി വെന്തുടഞ്ഞൊരു ഗ്രേവി ആയിട്ട് ഏകദേശം ഗ്രേവി പോലെ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, കുരുമുളകുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ എരിവ് ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എരിവ് എത്രയാണോ ഓരോരുത്തർക്കും വേണ്ടത് അതിനനുസരിച്ച് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ. ഇനി അത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ പൊടികളെല്ലാം ഒന്ന് ഓയിലിൽ കിടന്ന് ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാല സവാളയും ഉള്ളിയും പച്ചമുളകും പിന്നെ ഈ പൊടികളെല്ലാം ചേർന്നുള്ള ഈ മസാല നമ്മളുടെ ഞണ്ടിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത് നമുക്കൊരു അടപ്പ് കൊണ്ട് ചട്ടി അടച്ച് വയ്ക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് അങ്ങനെ നമുക്ക്
ചട്ടി അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്തെല്ലാം നമ്മൾ സിമ്മിലാണ്, ലോ ഫ്ലെയിമിലാണ് തീ ഇട്ടിട്ടുള്ളത്. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി അടപ്പെല്ലാം തുറന്ന് 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ഒരു സമയം നമ്മളുടെ ഞണ്ട് വെന്ത് കിട്ടിയിട്ടില്ല. അപ്പം ഇനി അത് വേവിച്ചെടുക്കേണ്ട ഒരു കാര്യം കൂടെ അല്ലേ. അപ്പോൾ നമ്മളത് വേവുന്നതിനുള്ള വെള്ളം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വെള്ളവും മസാലകളും ഞണ്ടും അല്ലേ ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് വയ്ക്കുക. എന്നതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇനി ഒരു 15 മിനിറ്റ് സമയം നമുക്ക് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഞണ്ട് നന്നായിട്ട് വെന്ത് വരണം. ആ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ചൂട് കയറിയൊക്കെ വെന്ത് വരേണ്ടതല്ലേ. അപ്പോൾ കുറച്ച് സമയം, ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളുടെ ഗരം മസാല പൗഡർ ഉണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇവയെല്ലാം വറുത്ത് പൊടിച്ച ആ ഒരു പൗഡർ 1 സ്പൂണ് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ടേ. ഇനി അതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന നാളികേരം, തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സിയിൽ അടിച്ചത്, വെള്ളം ചേർത്ത് അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ ഈ ഒരു സമയം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മൂടി വെച്ച് നമ്മളൊരു 5 മിനിറ്റ് വേവിച്ചെടുത്തു. അടപ്പെല്ലാം തുറന്ന് നോക്കി നല്ല മണമുണ്ട് കേട്ടോ. നമ്മളുടെ വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും നമ്മൾ ഫ്ലെയിം ഓഫാക്കിയാലും ഇരിക്കും തോറും അത് ഗ്രേവി കട്ടിയായിട്ട് വന്നോളും. അപ്പോൾ നമ്മൾ വറുത്തരച്ച കറിയാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിയും കൂടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫാക്കി കൊടുക്കുക. ഇനി 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. ഫൈനൽ സ്റ്റേജായി. ഫ്ലെയിമെല്ലാം ഓഫാക്കി നമ്മളുടെ വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇത് ഇരിക്കും തോറും നന്നായിട്ട് തിക്കായിട്ട് വരും. അടിപൊളി നമ്മളുടെ കറി ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്